എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 133, 134, 135 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. നരകാസുരൻ എന്തെല്ലാം തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. ഇനി യുദ്ധത്തിൻ്റെ വർണ്ണനയാണ്. നമുക്ക് ആദ്യം 133ാമത്തെ ശ്ലോകം നോക്കാം. ശസ്ത്രാണി തത്പ്രയുക്താനി ശരൈഃ ശാർംഗവിനിസൃതൈഃ ശതശഃ ഖണ്ഡയാമാസ ശതപത്രേക്ഷണക്ഷണാത്. ഈ ഒരു ശ്ലോകത്തിൽ ഷാന്നും ക്ഷാന്നൊക്കെയുള്ള അക്ഷരങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ആദ്യം പദപരിചയം നടത്താം. ശസ്ത്രാണി തത്പ്രയുക്താനി ശരൈഃ ശാർംഗവിനിസൃതൈഃ ശതശഃ ഖണ്ഡയാമാസ ശതപത്രേക്ഷണ ക്ഷണാത്. ഇവിടെ പദച്ഛേദമൊന്നുമില്ല, പദപരിചയം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയണത്? ഭഗവാൻ എങ്ങനെയാണ് യുദ്ധത്തിനെ നേരിട്ടതെന്ന് പറയാണ്. ശതപത്രേക്ഷണ, ശതപത്രേക്ഷണൻ, ശതപത്രം താമര, താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ നാരായണൻ. ശാർംഗവിനിസൃതൈഃ ശരൈഃ. ശാർംഗം എന്ന് പറഞ്ഞ വില്ല് ഭഗവാൻ അന്ന് ആ യുദ്ധത്തിന് പോയപ്പോൾ എടുത്തിരുന്നു കയ്യിൽ. ഭഗവാന്റെ കയ്യിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്ന ആയുധം എന്ന് പറയുന്നത് ശ്രീചക്രമാണ്. സുദർശന ചക്രം മാത്രമാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ശാർംഗം എടുത്തിട്ടുണ്ട് എന്ന് കവി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ശാർംഗവിനിസൃതൈഃ. ശാർംഗം എന്ന് പറഞ്ഞ ധനുസിൽ നിന്ന് അയക്കപ്പെട്ടതായ ശരൈഃ, ശരങ്ങളെ കൊണ്ട് ഭഗവാൻ എന്താ ചെയ്തത്? തത്പ്രയുക്താനി ശസ്ത്രാണി. ആ നരകാസുരനാൽ അയക്കപ്പെട്ടതായ തത്പ്രയുക്താനി, തത് എന്നുള്ളത് കൊണ്ട് സഹ, ആ നരകാസുരനാൽ പ്രയുക്താനി അയക്കപ്പെട്ടതായ ശസ്ത്രാണി, ശസ്ത്രങ്ങളെ, അത് ദ്വിതീയ ബഹുവചനാണ്. ശസ്ത്രങ്ങളെ എന്ത് ചെയ്തു? ശതശ ക്ഷണാത് ഖണ്ഡയാമാസ. ശതശ എന്ന് പറഞ്ഞാൽ 100 കണക്കിന്. ഈ അസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്തൊക്കെയാണോ ഭഗവാന്റെ നേർക്ക് ഈ അസുരൻ ഉപയോഗിക്കുന്നത്, അതിനെയൊക്കെ ശരങ്ങളെ കൊണ്ട് തന്നെ, സുദർശന ചക്രം കൊണ്ടല്ല, തൻ്റെ കയ്യിലുള്ള ശാർംഗം എന്ന് പറഞ്ഞ വില്ലുകൊണ്ട് എയ്യുന്നതായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട് തന്നെ ശതശ 100 കണക്കിന് കഷ്ണങ്ങളാക്കിയിട്ട് ക്ഷണാത് ശതശ ഖണ്ഡയാമാസ, ക്ഷണനേരങ്ങളെ കൊണ്ട്, അധികം നേരമൊന്നും എടുത്തില്ല, വളരെ നിസ്സാരമായ സമയം കൊണ്ട് തന്നെ ഭൗമൻ്റെ കയ്യിലെ ആയുധങ്ങളെ മുഴുവനും ഭഗവാൻ കഷ്ണമാക്കി കളഞ്ഞു. അതാണ് ഖണ്ഡയാമാസ. പല നുറുങ്ങുകളാക്കി, പല കഷ്ണങ്ങളാക്കി തീർത്തു. ഒറ്റ ആയുധവും പ്രയോഗിക്കാൻ അയാൾക്ക് പറ്റാതെയായി. പ്രയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവനും ഭഗവാൻ കഷ്ണമാക്കി അയാളെ നിരായുധനാക്കി തീർത്തു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വേറെ ഒരു തരത്തിലും അന്വയം പറഞ്ഞ് കാണുന്നുണ്ട്. തത്പ്രയുക്താനി ശതശസ്ത്രാണി. ആ നരകാസുരനാൽ പ്രയോഗിച്ചതായ 100 കണക്കിനുള്ള ആയുധങ്ങളെ ക്ഷണാത് ഖണ്ഡയാമാസ, ക്ഷണനേരങ്ങളെ കൊണ്ട് മുറിച്ചിട്ടു. ആദ്യം പറഞ്ഞത് ആയുധങ്ങളൊക്കെ തന്നെ ശതശ 100 കണക്കിന് കഷ്ണങ്ങളാക്കി എന്നും പറഞ്ഞു. രണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നരകാസുരനെ ആക്രമിച്ച് തോൽപ്പിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് 134ാമത്തെ ശ്ലോകം നോക്കാം. അമോഘം ശക്തിമാധാതും തസ്മിന്നിച്ഛതി മാധവ സുദർശനേന ചിച്ഛേദ മൂർധാനം തസ്യ ലീലയാ. ആദ്യം പദച്ഛേദം നടത്താം. അമോഘാം ശക്തിം ആധാതും തസ്മിൻ ഇച്ഛതി മാധവ സുദർശനേന ചിച്ഛേദ മൂർധാനം തസ്യ ലീലയാ. ഇവിടെ ഛ എന്നുള്ള തസ്മിൻ ഇച്ഛതി എന്നുള്ള ദിക്കിൽ ശരിക്കും ച പകുതി ഛ എന്നുള്ള അക്ഷരം തന്നെയാണ് വരേണ്ടത്. സംസ്കൃതത്തിൽ അത് തെറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയും ചിച്ഛേദ എന്നുള്ള ദിക്കിലും ഛ എന്ന് തന്നെ പറയേണ്ടതാണ്. പക്ഷെ അവിടെ വെറും ഛ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന് തകരാറാവും. സംസ്കൃതത്തിൽ, മലയാളത്തിൽ അത് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നരകാസുരൻ എന്താ ചെയ്തതെന്ന് പറയാണ്. അമോഘാം ശക്തിം ആധാതും തസ്മിൻ ഇച്ഛതി സതി. അമോഘ ശക്തി. അമോഘം എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്ത, മോഘമാവാത്ത, അതായത് നിഷ്ഫലമാവാത്ത, അങ്ങനെയുള്ളതായ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ആയുധവിശേഷമാണ്, വേലൊറ്റയാണ്. ആ ഒരു വേല്, അതായത് മറ്റസ്ത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങളെ കൊണ്ടൊന്നും പ്രയോജനം കാണുന്നില്ല എന്ന് വന്നപ്പോൾ വേല് പ്രയോഗിച്ചിട്ട് ഭഗവാനെ തീർത്ത് കളയാം എന്ന് നരകാസുരൻ ഉറപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് അമോഘമായിട്ടുള്ള, നിഷ്ഫലമാവാത്ത ആ ശക്തിയെടുത്ത് പ്രയോഗിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്?
അതാണ് അമോഘാം ശക്തിം ആധാതും തസ്മിന്നിച്ഛതി സതി. അയാൾ ആഗ്രഹിച്ചപ്പോൾ, ആ നരകാസുരൻ ഭഗവാന്റെ നേർക്ക് ഈ വേല് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മാധവ ഭഗവാൻ എന്താ ചെയ്തത്? തസ്യ മൂർധാനം, ആ നരകാസുരൻ്റെ ശിരസിനെ സുദർശനേന, അവിടെ അപ്പോൾ സുദർശന ചക്രം വരികയും ചെയ്തു. ആദ്യം അയാൾ അസ്ത്രം വില്ലൊക്കെ എടുത്തിട്ടാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ തുല്യ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് ഭഗവാനും നടത്തിയത്. ശാർഗം എന്നുള്ള വില്ലും അസ്ത്രങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ചു. ഇനി വേലെടുത്ത് പ്രയോഗിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലിരുന്നതായ സുദർശന ചക്രം കൊണ്ട് ഈ നരകാസുരനെ ലീലയാ, നരകാസുരൻ്റെ ശിരസിനെ വളരെ എളുപ്പം, ലീലയ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, ചിച്ഛേദ മുറിക്കുകയും ചെയ്തു. അതായത് നരകാസുരനെ പെട്ടെന്ന് വധിച്ചു. ഈ വേല് പ്രയോഗിച്ചാൽ അത് കൂടുതൽ അപകടകാരിയാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നരകാസുരൻ്റെ ശിരസ്സറുത്തു ഭഗവാൻ തൻ്റെ കയ്യിലുള്ളതായ സുദർശന ചക്രം കൊണ്ട്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമുക്ക് 135-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തസ്യ വിക്രമസന്തുഷ്ട സിദ്ധവിദ്യാധരാദയ മധുഗന്ധീനി മാല്യാനി മുമുചുർമധുവൈരിണി. നമുക്ക് പദച്ഛേദം നടത്താം. തസ്യ വിക്രമസന്തുഷ്ടാഃ സിദ്ധവിദ്യാധരാദയ മധുഗന്ധീനി മാല്യാണി മുമുജു മധുവൈരിണി. ഈ നരകാസുരനൊന്ന് വധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഭൂമിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തടവിൽ പാർക്കുന്ന സ്ത്രീകൾ മാത്രമൊന്നുമല്ല, ദേവന്മാർക്ക് കൂടി മോഹമായിരുന്നു. അത്രയ്ക്ക് വലിയ ഉപദ്രവങ്ങളാണ് ഈ ഭൗമൻ അഥവാ നരകാസുരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതല്ലോ. സ്വർഗത്തിലൊക്കെ ചെന്ന് ദേവേന്ദ്രനെയൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നരകാസുരൻ ഭഗവാന്റെ സുദർശനം ചക്രം കൊണ്ട് വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത എല്ലാവരും അറിയാണ്. തസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണന്റെ എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണന്റെ വിക്രമത്തിൽ, പരാക്രമത്തിൽ, ആ ഒരു യുദ്ധത്തിൽ നരകാസുരനെ വധിച്ചതിൽ എന്നർത്ഥം. അതിൽ സന്തുഷ്ടാഹ വളരെയധികം സന്തോഷവാന്മാരായ, സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നവരായിട്ടുള്ള ദേവന്മാർ മുഴുവനും തന്നെ. അതിനിവിടെ പറയണത് സിദ്ധ വിദ്യാധരാദയ, സിദ്ധന്മാരെ, വിദ്യാധരന്മാരെ, ദേവന്മാരെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സ്വർഗലോകത്തിലുള്ളവരാണ്. അവരെയൊക്കെ ഈ നരകൻ ആക്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നരകാസുരൻ മരിച്ചപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചത്. സിദ്ധന്മാരെ, വിദ്യാധരന്മാരെ, ഗന്ധർവന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ കലാകാരന്മാരാണ്. അവരെപ്പോഴും സംഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ വായിച്ച് പാടി ഒക്കെ നടക്കുന്ന ആൾക്കാരാണ്. അവരെന്താ ചെയ്തത്? അവർ സന്തോഷമടക്കാനാവാതെ മധുവൈരിണി, മധുവൈരിയുടെ ശരീരത്തിലേക്ക്, ശിരസിലേക്ക്, മധു എന്ന് പറഞ്ഞ അസുരനെ വധിച്ചവൻ, അതായത് ശ്രീകൃഷ്ണൻ്റെ, അത് മഹാവിഷ്ണു ആണെങ്കിലും ഇവിടെ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ആ ശ്രീകൃഷ്ണൻ്റെ ശിരസിലേക്ക് എന്തു ചെയ്തു? മധുഗന്ധീനി മാല്യാനി മുമുചു, മധുഗന്ധികളായിട്ടുള്ള മാല്യങ്ങൾ. മാല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാലകളാണ്. മാലകൾ എങ്ങനെയുള്ള മാലകളാണ്? മുത്തും പവിഴം കൊണ്ട് കോർത്ത മാലയല്ല, പൂമാലകളാണ്. വളരെ നവീനമായിട്ടുള്ള, വളരെ ഫ്രഷായിട്ടുള്ള, അപ്പോൾ വിടർന്ന പൂക്കളെ കൊണ്ട് കോർത്തതായ മാലകൾ. മാത്രമല്ല അവയ്ക്ക് നല്ല വാസന ഉണ്ടായിരുന്നു. എന്തിൻ്റെ വാസനയാണ്? മധുവിൻ്റെ, അതായത് തേൻഗന്ധമുള്ള, മധുഗന്ധമുള്ളതായ ആ തേനിൻ്റെ വാസന ഉണ്ടാവുന്നത്, തേൻ വാസന ഉണ്ടാവുന്നത് അപ്പം പറിച്ച ഉടനെ തന്നെ ഉണ്ടാവുള്ളൂ. വാടിയാൽ പിന്നെ അതിൽ തേനും ഇല്ല, തേനിൻ്റെ വാസന ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ പറിച്ചതായ പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി ഈ തേനിൻ്റെ മണമൂറുന്നതായ, തേന്മണമൂറുന്നതായിട്ടുള്ള പൂക്കൾ കൊണ്ട് കോർത്ത മാലകൾ. അതാണ് മധുഗന്ധീനി മാല്യാനി മുമുചു, ഭഗവാന്റെ ശിരസിലേക്ക് വർഷിച്ചു. ആകാശമാർഗത്തിൽ യുദ്ധമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരായിട്ടുള്ള സിദ്ധ, വിദ്യാധര, ഗന്ധർവ ദേവന്മാരെല്ലാവരും തന്നെ സന്തോഷിച്ചു. അതോടൊപ്പം തന്നെ വിജയാഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ ശിരസിലേക്ക് സ്വർഗലോകത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്തതായ നന്ദനവനത്തിലെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയതായ മാലകൾ, നല്ല വാസനയുള്ളതായ തേനൂറുന്ന മാലകൾ ഭഗവാന്റെ ശിരസിലേക്ക് മുമുചു. ഒന്നും രണ്ടുമൊന്നുമല്ല, ആയിരക്കണക്കിന്. അതാണ് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകാശമാർഗത്തിൽ നിന്ന് ഭഗവാന്റെ ശിരസിൽ വന്നു വീണു. അങ്ങനെ നരകാസുരനെ വധിക്കലും കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശസ്ത്രാണി തത്പ്രയുക്താനി ശരൈഃ ശാർഗവിനിസൃതൈഃ ശതശഃ ഖണ്ഡയാമാസ ശതപത്രക്ഷണക്ഷണാദ് അമോഘാം ശക്തിമാധാതും തസ്മിന്നിച്ഛതി മാധവ സുദർശനേന ചിച്ഛേദമൂർധാനം തസ്യ ലീലയാ തസ്യ വിക്രമസന്തുഷ്ടാ സിദ്ധവിദ്യാധരാദയ
മധുഗന്ധീനി മാല്യാനി മുമുചുർമധുവൈരിണീ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നരകാസുരനെ വധിക്കൽ വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ബന്ദികളായിട്ട് പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഭഗവാൻ സ്വന്തമാക്കലൊക്കെയാണ്. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഈ വീരശൂര പരാക്രമം വർണ്ണിക്കുന്നതായ ഭഗവാന്റെ വീരരസം നിറഞ്ഞു തുളുമ്പുന്നതായ 3 ശ്ലോകങ്ങളും ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.